ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനം 3:26 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈശോവിനെ പിതാവാം ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നമ്മൾ ഈ കാര്യത്തിനകത്ത് ഒരു വലിയ ഉറപ്പുണ്ടായിരിക്കണം. അപ്പസ്തോല പ്രവർത്തനം 3:26 പറയുകയാണ്, ദൈവം തന്നെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കിലേക്കാണ് നിയോഗിച്ചയച്ചത്, നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈശോയെ ആരാധന. നമ്മൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവപിതാവിന്റെ ആഗ്രഹം. ഒന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവപിതാവിന്റെ ആഗ്രഹം. ഇതുകൊണ്ടാണ് ഈശോനെ ലഭിച്ചു കഴിഞ്ഞ എഫെസോസിലുള്ളവരെ നോക്കി പൗലോസ്ലീഹ പറയാണ്, എഫെസോസുകാർക്ക് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ, ഈശോയിലൂടെ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും നിങ്ങളെ പിതാവാം ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. പിന്നീട് നമ്മൾ വായിക്കുന്ന നമ്മൾ മനസ്സിലാകുന്നു, ഈശോയിലൂടെ നമുക്ക് എല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം 31-ാം വാക്യത്തില്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ ആരാ? ഈ പിതാവാം ദൈവം നമുക്ക് വേണ്ടി ഈശോനെ നൽകി, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി. ആ അനുഗ്രഹ നിധിയായ ഈശോയോടൊപ്പം എല്ലാം നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ എന്ന് ഒരു ചോദ്യചിഹ്നത്തോടുകൂടി പൗലോസ്ലീഹ ചോദിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ യഹൂദന്മാർക്കിടയിൽ അവരുടെ മനസ്സിനെ കഠിനപ്പെടുത്തിയത്, അതായത് അവരെ ദുഷ്ടന്മാരാക്കി തീർത്തത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അപ്പസ്തോല പ്രവർത്തനം 3:26 ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി. അപ്പോൾ എന്താണ് യഹൂദന്മാരെ യഥാർത്ഥത്തിൽ ദുഷ്ടതയിലേക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ കഠിനപ്പെടുത്തിയത്? അതിനെക്കുറിച്ച് നമ്മൾ റോമാക്കാർക്ക് ലേഖനത്തിന്റെ 4-ാം അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാക്കാർക്ക് ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിൽ, 4-ാം അധ്യായമല്ല 10-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടൊന്ന് കേട്ടിരിക്കണമേ. ഇവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന, സഹോദരരെ, എന്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. അതായത് ഇവിടെ പറയുന്നത്, ഇസ്രായേൽ ജനം അവരുടെ തന്നെ നീതി, അവരുടെ തന്നെ ശ്രമഫലമായിട്ട്, അവരുടെ തന്നെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിയെ നേടിയെടുക്കാൻ അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾക്കത് സാധ്യമല്ല. നിങ്ങൾ കൽപ്പനകളെ മുറുകെ പിടിച്ച് ആ കൽപ്പനകളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നിടത്തോളം വാസ്തവത്തിൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവം സ്നേഹമാകുന്നു. ആ ദൈവം നിങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നു. അവൻ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അവന്റെ ഇരു കരങ്ങളും നീട്ടി നിങ്ങളെ വിളിച്ചു. അധ്വാനിക്കുന്നവര്, ഭാരം ചുമക്കുന്നവർ, എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു, ഞാൻ നിങ്ങളെ തള്ളിക്കളയത്തില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. പെറ്റമ്മ തന്നെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു അമ്മയുടെ സ്നേഹം, ഒരു അപ്പന്റെ സ്നേഹം, ഒരു സഹോദരന്റെ സ്നേഹം, ഇതെല്ലാം ദൈവം നമ്മളിലേക്ക് നൽകുന്നു എന്നുള്ള ഈ എല്ലാ തലത്തിലുമുള്ള ആ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് ദൈവം എന്നുള്ളത് ഈശോയിലൂടെ വ്യക്തമാക്കി കൊടുക്കുമ്പോഴും അവരെല്ലാവരും അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നവർ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെ യഹൂദരല്ലാത്തവരെ അവർ വേർപാടിന് മതിലുകൾ കെട്ടിപ്പൊക്കുന്നു, മനുഷ്യർ തമ്മിൽ വിവേചനം ഉണ്ടാക്കുന്നു, ഈവൻ വിശ്വാസികൾക്കിടയിൽ പോലും വലിയ ഭിന്നതകൾ ഉണ്ടാക്കുന്നു. ആദിമ സഭാ സമൂഹത്തെ ഏറ്റവും അധികം പീഡിപ്പിച്ചത് ഇപ്പം സാവൂള് പൗലോസ്ലീഹ ആകുന്നതിന് മുൻപ് അപ്പോസ്തലനായി പൗലോസ്ലീഹയായി ദൈവം അനാദിനെ തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. എന്നാൽ കൽപ്പനകളും ചട്ടങ്ങളുമുള്ള യഹൂദ മതത്തിന്റെ തീഷ്ണത നിമിത്തം പഴയ നിയമത്തെ മുറുകെ പിടിച്ച സാവൂളിന് സ്നേഹമാകുന്ന ദൈവത്തെ മനസ്സിലാക്കുവാനോ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ ആദിമസഭയെ ഉൾക്കൊള്ളുവാനോ സാധിച്ചില്ല. അതിനാലാണ് സാവൂള് സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ്ലീഹ തന്നെ, ഈശോനെ അറിഞ്ഞ പൗലോസ്ലീഹ പിന്നീട് പറയുകയാണ്, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ട് ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മളെ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവൻ നമ്മൾക്ക് വേണ്ടി നിയമത്തെ പൂർത്തീകരിച്ച് നമുക്കെതിരെ നിന്നിരുന്ന നിയമങ്ങളെ
തന്റെ മരണത്തിലൂടെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തുകൊണ്ട് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ ഈശോയാണ് ഇന്ന് നമ്മുടെ ഉള്ളിൽ ദിവ്യകാരുണ്യമായി കടന്നു വരുന്നത്. അവനിലൂടെ എല്ലാ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നു. അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വാസസ്ഥലമായി തീർന്നിരിക്കുന്നു. എഫെസോസുകാർക്ക് ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുകയാണ്. ദൈവത്തിന്റെ വാസസ്ഥലമായി തീർന്നിരിക്കുന്ന നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എഫെസോസ് 2:22 ഈ വചനം എടുത്ത് വായിക്കണമേ. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെട്ട് ആത്മാവിൽ പ്രചോദിതരായി ജീവിക്കുവാനുള്ളൊരു ജീവിതമാണ് സ്വർഗം ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. അതായത് ദൈവം നമുക്ക് അനുകൂലമാണ്. റോമ 8:31 എന്ന് പറഞ്ഞത് എൻ്റെ കൂടെ എന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എൻ്റെ പക്ഷത്താണ്. ഇത്ര നാൾ നമ്മൾ ഓർത്തോണ്ട് ദൈവം എതിരാണ്, ദൈവം നമ്മുടെ പക്ഷത്താണ്, ദൈവം സ്നേഹമാണ്. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കൽപ്പനകൾക്കും ചട്ടങ്ങൾക്കൊക്കെ മുകളിൽ സ്നേഹമുള്ളൊരു അപ്പനുണ്ട്. അപ്പൻ നിന്നെ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. അവൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ ഉള്ളിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ തന്നെ. കൊളോസസ് 1:27. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് നമ്മളിൽ നിറയപ്പെടുമ്പോൾ ഭയത്തിൽ നിന്ന് നമ്മൾ പുത്രത്വത്തിന്റെ ആ ഒരു ആത്മാവിലേക്ക്, റോമ 8:14 അതിനെക്കുറിച്ച് പറയുന്നു. നിങ്ങളെ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭയത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ അത്ര നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവിലൂടെയാണ് നമ്മൾ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുകയാണ്. ഇപ്രകാരം നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും സ്വർഗത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മൾ നിറയപ്പെടുന്നതിനും വേണ്ടി ഈശോ നമ്മൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഇന്ന് ഈശോ നമുക്കൊരു പുതിയ ജീവിതശൈലി നൽകിയിരിക്കുവാണ്. ആ പുതിയ ജീവിതശൈലിയിൽ നമുക്കെല്ലാം ഈശോയിലൂടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നമ്മളെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങളെ വഴി നടത്തണമേ. എല്ലാവിധമായ അനുഗ്രഹങ്ങളും 2 കൊരിന്ത്യർ 1:20 പറഞ്ഞുള്ള ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൻ അതേ എന്ന് തന്നെ. ആ എല്ലാ വാഗ്ദത്തങ്ങളാലും ഞങ്ങളെ നിറച്ചവനായ അനുഗ്രഹിച്ചവനായ ദൈവമേ, ആ വാഗ്ദത്തത്തിന്റെ പൂർണ്ണതയിലേക്ക് കുരിശിലെ ബലിയിലൂടെ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തിയല്ലോ. ഇന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുമാറാകണമേ. സഹായകനായ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹത്തിൽ നിന്ന് കൃപയുടെ നീർച്ചാലുകളിലൂടെ വഴി നടത്തി എല്ലാവിധ ഐശ്വര്യത്താലും നന്മകളാലും ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് നിറച്ചുയർത്തുന്നതിനായി നന്ദി പറയുന്നു. എഫെസോസ് 1:3 പറഞ്ഞ സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ അവിടെ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നല്ലോ. ആ അനുഗ്രഹത്തിന്റെ പൂർണ്ണത ക്രിസ്തുവിലൂടെ ഞങ്ങളിലേക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഇന്ന് ഞങ്ങൾ തുടക്കത്തിൽ കേട്ട അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിലെ ആ തിരുവചനം 26-ാം തിരുവചനത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഒരു പ്രത്യേക അഭിഷേകം പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ഈ ഒരു വചന ശുശ്രൂഷയിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കേട്ട വചനങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുക. നിശ്ചയമായും കർത്താവിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഗോഡ് ബ്ലസ് യു ഓൾ.